ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സോഷ്യൽ മീഡിയയിൽ അമിതമായി വിനോദപരമായ ഉപയോഗം നമ്മുടെ സമയത്തെയോ മാനസികതമായി എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് നാം കഴിഞ്ഞ പ്രസംഗത്തിൽ മനസ്സിലാക്കി. എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ യഥാർത്ഥ സന്തതി വിനോദത്തിനും നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും കൃത്രിമമാക്കിയ വളർച്ചയ്ക്കും വേണ്ടിയുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഒരു പഠനം ഉപകരണമാക്കും, വിശാലമാക്കാനുള്ള വേദ്യതയും ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും വിശാലമാക്കാനുള്ള മാർഗവുമായി ഉപയോഗം എന്നതാണ്. സോഷ്യൽ മീഡിയ വിനോദത്തിന് മാത്രം ഉപയോഗിക്കാവൂ. ലക്ഷ്യബോധത്തിൽ സമീപിച്ചാൽ അത് നമ്മുടെ വ്യക്തിഗതക്ക് വളർച്ചയാക്കും. സോഷ്യൽ മീഡിയയിലും പ്ലാറ്റ്ഫോമുകളും അറിവിന്റെ ഒരു വലിയ സൽക്കാരം നമുക്ക് മുന്നിൽ തരുന്നുണ്ട്. യൂട്യൂബിലും വിവിധ വിഷയങ്ങളിലും കുറിച്ചുള്ള ആയിരക്കണക്കിന് വിദ്യാഭ്യാസ ചാനലുകളുമുണ്ട്. ഗണിതം, ശാസ്ത്രം, ശക്തി വിദ്യാഭ്യാസങ്ങളും എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷയങ്ങളിലും സൂചന പഠനങ്ങളും ട്യൂട്ടോറിയലും ലഭ്യമാണ്. കോളേജും പ്രൊജക്ടുകളും മറ്റു പ്രവർത്തനങ്ങൾക്കു വേണ്ടി സാമാനം ആളുകൾ കൊണ്ടുവന്നതും അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലും സഹായമായി പുതിയ ആശയങ്ങളിലും സംശയങ്ങളിലും സ്ഥിരീകരിക്കാൻ ഇത് അവസരമാണ്. സമൂഹ പ്രശ്നങ്ങളിലെ കുറിച്ച് അഭിബന്ധം വളർത്താനും സാമൂഹിക ഇടപാടുകളും സോഷ്യൽ മീഡിയയിൽ നാം പ്രവർത്തിക്കുന്നു. ഇത്രയും പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശുക്രൻ. അസ്സലാമു അലൈക്കും.